നാട്ടിൽ നിന്നിട്ട് ഒരു സ്പെഷ്യൽ പേഴ്സൺ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പ്രവാസികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, നാട്ടിൽ കിട്ടണ ഒട്ടുമിക്ക സാധനങ്ങൾ. പക്ഷേ നമ്മൾ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി കൊടുത്തു വരുന്ന സാധനങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങളെക്കാട്ടും എന്തോ ഒരു പ്രത്യേകത തോന്നലുണ്ട് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ പേഴ്സണിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവരുണ്ടായ സമയത്ത് എനിക്ക് എന്താ പറയുക, എനിക്ക് താല്പര്യമില്ലേന് കേട്ടോ, എനിക്കിഷ്ടമില്ലേന്. കാരണം എൻ്റെ സ്നേഹം പങ്കിട്ട് പോകും, എൻ്റെ ഫുഡ് പങ്കിട്ട് പോകും, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ വലുതായതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു ബാല്യം അത്രത്തോളം മനോഹരമായതും ആലോചിക്കാനും കുറേ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉള്ളത് ഇവരുള്ളതിനെ കൊണ്ടേന് കേട്ടോ. അപ്പം ഞാൻ ആരെ പറ്റി പറയുന്നതെന്ന് മനസ്സിലായില്ല. എൻ്റെ സിബിലിങ്ങിനെ പറ്റിയിട്ടാട്ടോ. എൻ്റെ ബ്രദർ, എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററുണ്ട്. അതിൽ ബ്രദറാണ് വരുന്നത്. അപ്പം എനിക്ക് അന്ന് അങ്ങനെ തോന്നിയത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളാ ഒരു ബാല്യം എന്താ പറയുക ഇവരുള്ളതിനെ കൊണ്ടാണ് അത്ര മനോഹരമായത്. അപ്പോൾ ഓന് എന്താ പറയുക 1 വീക്കിന് എന്തോ ബിസിനസ് ട്രിപ്പിന് വരെന്താ കേട്ടോ. അപ്പോൾ ഓന് മാഷാല്ല ഓൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഓനക്ക് ഇങ്ങനെ വരാൻ പറ്റണതും ഒക്കെ. അപ്പോൾ അതാ നമ്മൾ പെട്ടിയിൽ എന്താ നോക്കുക, ചിലർക്കെങ്കിലും തോന്നാം അയ്യേ ഇതാണോ ഇപ്പോൾ, ഇത് കാണിക്കാനാണോ എന്ന് തോന്നാം കേട്ടോ. പക്ഷേ എനിക്ക് അത്രക്കും ഇതിലിനിയിപ്പോൾ എന്ത് കുഞ്ഞു സാധനമായാലും അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാരണം ഇതെൻ്റെ അമ്മ കൊടുത്തിട്ടതാണ്. അപ്പോൾ ഇമ്മേൻ്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇനിയിപ്പോൾ എന്തൊരു ചെറിയ സാധനം ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര വാല്യൂ കേട്ടോ. ചിലർക്കെങ്കിലും തോന്നാം ഇതെന്താ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും എനിക്ക് കൊടുത്തിട്ടതാട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കമൻ്റ് ഇടലും എല്ലാ വീഡിയോസും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യലും, മോളെ ഇന്ന് ഈ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, എന്താ ഇന്ന് വീഡിയോ ഇടാഞ്ഞത്, അപ്പം ഇങ്ങനെ ചോദിച്ചു വരും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിക്കണം ഇമ്മ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ഇനിയിപ്പോൾ എന്ത് ചെറുതാണെങ്കിലും ഒരു വീഡിയോ എടുത്തിടണമെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പം അങ്ങനെ ഇതിലെനിക്ക് തോന്നണത് കൂടുതലും അച്ചാറുകളാട്ടോ. അച്ചാറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് തയ്യേ തോന്നും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പുട്ടും പത്തിരീൻ്റെ കൂടെ അച്ചാർ, ചോറിൻ്റെ കൂടെ എല്ലാവരും കൂട്ടുന്നതാ. പക്ഷേ പുട്ടിൻ്റെ കൂടെ പത്തിരീൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ ചോറ് അച്ചാർ മാത്രം കൂട്ടി കഴിക്കും. അതുകൊണ്ട് തന്നെ അച്ചാറുകളാട്ടോ ഇതിൽ തോനുള്ളത്. അച്ചാർ, ബീഫ് അച്ചാർ, എൻ്റെ ഹസ്ബൻഡിന് ബീഫ് ഇഷ്ടമായതുകൊണ്ട്, എനിക്ക് ബീഫ് അച്ചാർ ഇഷ്ടമല്ല, പക്ഷേ ഹസ്ബൻഡിന് ബീഫ് ഇഷ്ടമായതുകൊണ്ട് ബീഫ് അച്ചാർ, ഫിഷ്, വെളുത്തുള്ളി അങ്ങനത്തെ അച്ചാറുകളാട്ടോ കൂടുതലും. അച്ചാറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. കുറേ അച്ചാറുകളുണ്ട്. അതേപോലെ തന്നെ മോന് കഞ്ഞിയും തരിയുണ്ട്, പുളി മിഠായി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുറേ സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ട് കേട്ടോ പോകുന്നത്. കുറേ സാധനങ്ങൾ അവിടെ വെച്ച് മറന്നുപോയി. പിന്നെ എനിക്ക് എൻ്റെ മറ്റേ ഇപ്പം തന്നെ പെർഫ്യൂം ഉണ്ടാക്കണതുണ്ട് മിക്സ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എത്ര പെർഫ്യൂം ഉണ്ടെങ്കിലും ഒരു അത്തർ ഇപ്പൻ്റെത് എന്തായാലും ഉണ്ടാവും. അപ്പം ഞാനിവിടെ അത്തർ യൂസ് ചെയ്ത സമയത്ത് ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഇപ്പൻ്റെ അത്തർ നല്ല മണമാണ്, ഞങ്ങൾക്കൊന്ന് കൊടുത്തയക്കോ ചോദിച്ചിന് കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചതാ. പക്ഷേ ഇപ്പൻ്റെ പെർഫ്യൂമൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അതേപോലെ കുറേ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാ ഇത്ര സാധനം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സിന് ഞാൻ അത്രയൊക്കെ കൊടുക്കും. ഇപ്പോൾ അവിടെ നാട്ടിൽ ഇതേപോലെ അത്രയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ സെല്ല് ചെയ്യലുണ്ട് കേട്ടോ. വലിയ ബിസിനസ് അല്ലെങ്കിലും അങ്ങനെ കൊടുക്കലുണ്ട്. ഇനിയിപ്പോൾ കസിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓൻ തന്നതാണ് ഈ ചോക്ലേറ്റൊക്കെ. അപ്പോൾ ഒരു ടൈമിൽ ഇത് ഭയങ്കര വൈറലായിരുന്നല്ലോ, അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ മോനൊരു ടോയ് കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമില്ല, ഓനക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതാ ഈ വീഡിയോ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.